അപ്പോൾ ഓണ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കാം. 4 മണി പലഹാരം എന്നല്ല, നമുക്ക് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ, ഉണ്ടാക്കി പാർത്തുവെക്കാൻ പറ്റിയൊരു പലഹാരമാണ്. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. കോഴിയുടെയാണത്. അപ്പം ഞാനിത് എല്ലില്ലാത്ത കോഴിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ എല്ലുകളൊന്നും പെടാൻ പാടില്ല. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഉപ്പും മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് തിന്നിട്ടുണ്ട്, ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കോഴി ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് വേണ്ട മാവ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മാവിലേക്ക് ഒരു 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് ഒഴിച്ച് കൊടുക്കണത് നമ്മൾക്ക് ഈ ഒരു കോഴിയട പൊരിച്ചെടുക്കുമ്പോൾ ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കുകയാണ് വേണ്ടത്. കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുകയാണ് നല്ലത്. ഞാനിപ്പോൾ സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി പാകാക്കണുള്ളൂ. ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് കുഴച്ചിട്ട് നമുക്കൊരു അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി അതിലേക്ക് വേണ്ട ഫില്ലിങ് നമുക്ക് തയ്യാറാക്കാം. ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 സവാള ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് വഴറ്റുമ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിട്ട് വഴറ്റിയെടുക്കണം. ഒട്ടും വെള്ളമില്ലാതെ വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇട്ടിട്ടുണ്ട്. വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാക്കിയത് ഒന്നിട്ടിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്കൊരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മല്ലിച്ചപ്പും കറിവേപ്പും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും അതിൻ്റെ വെള്ളം വറ്റുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് അല്പം ഗരം മസാലൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവിന് ഇഞ്ചിയും പച്ചമുളകുമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ വേവിച്ച ചിക്കന് നന്നായിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം ഒന്ന് ഇളക്കി നമ്മൾ നല്ലോണം വറുത്ത പോലെ ആക്കിയെടുക്കണം. ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ആ ഒരു മാവിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ മാവിൻ്റെ പുറത്ത് വരും. അപ്പോൾ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 പീസാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നമുക്ക് അതൊന്ന് പരത്തിയെടുക്കാം. നല്ല വലുതാക്കി പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത്. പിന്നെ നമുക്ക് എത്ര വലിപ്പം വേണമെങ്കിലും ഇതുമ്മ പരത്തിയെടുക്കാം. ഇപ്പോൾ തിരുപ്പലക ആകുമ്പോൾ പിന്നെ ആ ഒരു റൗണ്ടിലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം കുറച്ച് കട്ടിയിൽ തന്നെയാണ് മാവുള്ളത്. അപ്പോൾ ഇത് നൈസായി പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു വലിപ്പത്തിലാക്കി പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ഒരു അടപ്പ് വെച്ചിട്ട് ഈ ഒരു കട്ടിയിലാണ് കേട്ടോ പരത്തിയിട്ടുള്ളത്. ഞാനൊരു നെയ്യും കുപ്പിൻ്റെ അടപ്പ് വെച്ചിട്ടാണ് അതൊന്ന് മുറിച്ചെടുക്കുന്നത്. അത് ഈ ഒരു അടപ്പ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു വലിപ്പത്തിൽ കിട്ടും. ഇതാണ് കോഴിയടൻ്റെ ആ ഒരു പാകം. ഇനി നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. എല്ലാ ഭാഗവും ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആ ഒരു മസാല ഇതിൽ ഇട്ട് ഫില്ല് ചെയ്യുകയാണ് ചെയ്യണത്. അപ്പം ഞാനെല്ലാം ഇതേപോലെ വേറെടുത്തി വെച്ചിട്ടുണ്ട്. ബാക്കി വന്നത് ഞാൻ ഒരു ഉരുളയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വീണ്ടും അത് പരത്തിയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനൊരു ഇതെടുത്തിട്ട് അതിലേക്കൊരു സ്പൂണ് മാവ് മസാല ഞാനിതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളൊന്ന് അതിൻ്റെ ഒരു ഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ടൊന്നിങ്ങനെ നമ്മൾ പൂവട ഉണ്ടാക്കണ ആ രീതിയിൽ തന്നെയാണ്. ഇത് കുഞ്ഞു പൂവടയാണെന്നുള്ളൂ. അങ്ങനെയാണ് കോഴിയട. അതേപോലെ എല്ലാ ഭാഗത്തുനിന്ന് നമ്മൾ വിരൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഞൊറിഞ്ഞ് കൊടുക്കുക. ഞൊറിയാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി.
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഞൊറിയണത്. ഞാൻ പൂവട ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ ഞൊറിയും. അപ്പോൾ ഇതാ നമ്മുടെ ഒന്നിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഇതും ഇതേപോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഞാൻ ഏകദേശം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി പൊരിച്ച് തുടങ്ങാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇടുമ്പോൾ നല്ല ചൂട് വേണം. പിന്നെ നമ്മളൊന്ന് തീയൊന്ന് കുറച്ച് കൊടുക്കണം. കാരണം പെട്ടെന്ന് അതിൻ്റെ മുകൾ കരിഞ്ഞിട്ട് അത് കുഴഞ്ഞു പോവും. അപ്പം സാവധാനം നമ്മൾ പൊരിച്ചെടുക്കുകയാണ്. എന്നാലേ അതിൻ്റെ ആ ഒരു കറുമുറ് ഉണ്ടാവുള്ളൂ. കറുമുറോടെയാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. നമുക്ക് എത്ര വേണമെങ്കിലും ടിന്നിലിട്ട് അടച്ച് വെക്കാം. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ കേടുകൂടാതെ നമുക്കത് എടുത്തു വെക്കാം. കേടുകൂടാതെ വെക്കണമെങ്കിൽ നമ്മൾ മസാലയും തന്നെ അത് നല്ല വറുത്തിട്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാതെ ഇങ്ങോട്ട് വറുത്തെടുക്കണം മസാലകളൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിതാ പൊരിച്ച് കോരിയിട്ടുണ്ട്. ഇതാ ഈ ഒരു കളറിൽ ആണ് പൊരിച്ചെടുക്കേണ്ടത്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.